ശനിയാഴ്ചത്തേക്ക് നടത്തേണ്ട ഒരു സർജറിയാണ്. പക്ഷെ ഈ ദിവസം ഇത്തരത്തിൽ സംഭവിക്കാം. കാരണം ഇടതുപക്ഷം ഒക്കെ കൂടെ ചേർന്ന് നടത്തുന്നതാണ്. ഏറ്റവും ഈ ഒരു ബന്ദ് ഏറ്റവും ശക്തമായിരുന്നത് കേരളത്തിലാണ് എന്നും പറയുന്നു. അപ്പോൾ ഇവരെ ഒരു ഹർത്താൽ ദിനത്തിൽ ഒരു ലോക്കൽ ഹർത്താൽ നടത്തിയാൽ പോലും ഇവരെ എന്തെല്ലാം ചെയ്തു കൂട്ടും. ബുദ്ധിഭ്രമം ബാധിച്ചതുപോലുള്ള പ്രവർത്തികളാണ് ഇവർ ചെയ്യുക. കൽപ്പറ്റയിൽ ഒരു ബാങ്കിന് മുമ്പിൽ കൊടികുത്തി അവരവിടെ ഇരിക്കുന്ന സാഹചര്യമുണ്ടായി. നെടുമങ്ങാട് ഒരു പ്രധാന അധ്യാപികയെ ഉൾപ്പെടെ അവർ പൂട്ടിയിട്ടിട്ട് വൈകിട്ടാണ് തുറന്നു വിട്ടത് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഇവർ സാധ്യമായത് പലതരത്തിലുള്ള എന്താ പറയാ ഒരു പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇവർക്ക് ഇവിടെ ജീവന്റെ കാര്യമാണെന്നോ ഒരാളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യമാണെന്നോ അല്ലെങ്കിൽ ഇത് ഇത്തരത്തിൽ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതൊന്നും ഈ സമരാനുകൂലികൾക്കൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. അവരത് അന്വേഷിക്കുകയും ചെയ്യില്ല. യാതൊരു തരത്തിലുമുള്ള ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവരെ കൊണ്ടുചെന്ന് ഈ കാര്യങ്ങൾ എത്തിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഇങ്ങനെ അവിടെയാണ് ഇവർക്ക് തെറ്റുപറ്റിയത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇന്ന് കൊടുത്തു വിടാമായിരുന്നു. അവിടെ ശീതീകരിച്ച് എങ്ങനെയാണോ ഇതിനെ സൂക്ഷിക്കേണ്ടത് ആ രീതിയിൽ എടുത്ത് സൂക്ഷിച്ചു വെച്ചതിന് ശേഷം ഇന്നത്തേക്ക് കൊടുത്തു വിടാമായിരുന്നു. അതും അവർക്ക് ചെയ്യാമായിരുന്ന ഒരു ഓപ്ഷനാണ്. ഈ ഹർത്താൽ ദിനത്തിൽ എന്തിനാണ് ആരോഗ്യവകുപ്പ് ഇത്തരത്തിലൊരു കാര്യം ചെയ്തത് എന്നുള്ളൊരു കാര്യം അത് വളരെ സംശയാസ്പദമാണ്. അപ്പോൾ മെഡിക്കൽ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അവർ പറയുന്നുണ്ട് ഇത്തരത്തിൽ കൊടുത്തു വിടാറുണ്ട് ഞങ്ങൾ, അതുകൊണ്ടാണ് കൊടുത്തുവിട്ടത്, പിന്നീട് ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്നാണ് പറയുന്നത്.